കർത്താവിൻ്റെ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വന്നുയർന്ന എല്ലാവർക്കും വന്ദനം. നമുക്കൊരുമിച്ച് ഈ രാത്രിയിൽ കർത്താവിനെ മഹത്വപ്പെടുത്തുവാനും ദൈവവചനം ധ്യാനിപ്പാനുമായിട്ട് കൂടി വരുവാൻ ഇടയായതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവർക്കും ഒരു പ്രാവശ്യം കൂടെ വന്ദനം അറിയിക്കുന്നു. നമുക്ക് ഈ രാത്രിയിൽ തുടർന്ന് അല്പസമയം ദൈവവചനം ധ്യാനിപ്പാനായിട്ട് ദൈവവചനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. മത്തായിയുടെ സുവിശേഷം, ഗോസ്പൽ ഓഫ് മാത്യു ചാപ്റ്റർ 24, അതിൻ്റെ 1 മുതൽ 14 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് നിന്നാണ് നമ്മൾ ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അതിൻ്റെ 3-ാമത്തെ വാക്യം മാത്രം പ്രാരംഭമായിട്ട് ഒരു കുറിവാക്യമായിട്ട് നമുക്ക് വായിക്കാം. ആമേൻ. മതിയാവും. നമ്മുടെ വാഴ്ത്തപ്പെട്ടവനാകുന്ന കർത്താവിൻ്റെ ഈ ഭൂമിയിലെ ശുശ്രൂഷയുടെ അവസാനത്തെ ആഴ്ചയിൽ സംഭവിക്കുന്ന, അല്ലെങ്കിൽ കർത്താവ് പറയുന്ന വാക്കുകളാണ്. താൻ യെരുശലേമിൽ അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് മുൻപ് ഏകദേശം 2 അല്ലെ 3 ദിവസങ്ങൾക്ക് മുൻപായിട്ട് സംഭവിച്ചതാകുന്ന കാര്യങ്ങളാണ്, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതാകുന്ന വിഷയങ്ങളാണ് ഈ അധ്യായത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. കർത്താവിൻ്റെ ആ പാഷൻ വീക്ക് എന്ന് വിശേഷിപ്പിക്കുന്ന, അല്ലെ കഷ്ടാനുഭവ ആഴ്ച എന്ന് വിശേഷിപ്പിക്കുന്ന ആ ആഴ്ചയിൽ കർത്താവ് ചെയ്തതും പറഞ്ഞതുമാകുന്ന വിഷയങ്ങൾ മത്തായി സുവിശേഷത്തിലും മർക്കോസിൻ്റെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും അത് വളരെ പ്രാധാന്യതയോടെ നൽകിയിട്ടുണ്ട്. കർത്താവ് പറഞ്ഞതാകുന്ന ഈ വാക്കുകളെല്ലാം തന്നെ വളരെ പ്രാധാന്യമുള്ളവയാണ്. ഇവിടെ ശിഷ്യന്മാർ കർത്താവ് ചെയ്തതാകുന്ന ഒരു പ്രത്യേക ഒരു പ്രവചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ യെരുശലേം ദൈവാലയത്തിൻ്റെ പണികളെക്കുറിച്ച്, യെരുശലേം ദൈവാലയത്തിൻ്റെ മനോഹാരിതയെക്കുറിച്ച് ശിഷ്യന്മാർ കർത്താവിൻ്റെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നപ്പോൾ അതിനെക്കുറിച്ച് കർത്താവ് പറഞ്ഞതാകുന്ന വാക്കുകൾ നമ്മളവിടെ ആദ്യത്തെ വാക്യങ്ങളിൽ വായിക്കുന്നു. അതിൻ്റെ പ്രതികരണമായിട്ട് കർത്താവ് ആ യെരുശലേം ദൈവാലയവും യെരുശലേമും ഒക്കെ കാണുവാൻ കഴിയുന്ന ആ ഉയർന്ന സ്ഥലത്ത് ശിഷ്യന്മാരുമൊക്കെ ആയിരിക്കുമ്പോൾ കർത്താവിനോട് ശിഷ്യന്മാർ ചോദിക്കുന്ന ചോദ്യവും അതിൻ്റെ മറുപടിയുമാണ് നമ്മൾ ഈ മത്തായിയുടെ സുവിശേഷം 24 25 അധ്യായങ്ങളിൽ നമുക്ക് കാണാൻ തക്കവണ്ണം കഴിയുന്നു. ചില നാളുകൾക്ക് മുൻപ് ഈ വേദഭാഗം ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്തപ്പോൾ ദൈവം എന്നോട് ഇടപെട്ടതാകുന്ന വേദഭാഗം ചില ചിന്തകളാണ് ഈ രാത്രിയിൽ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത്. 3 കാര്യങ്ങളാണ് ശിഷ്യന്മാർ ചോദിക്കുന്നത്. ഒന്ന്, അത് എപ്പോൾ സംഭവിക്കും എന്ന് പറഞ്ഞാൽ യെരുശലേം ദൈവാലയത്തിൻ്റെ ആ തകർച്ചയെക്കുറിച്ച് കർത്താവ് പറഞ്ഞു, അത് എപ്പോൾ സംഭവിക്കും. 2, അങ്ങയുടെ വരവിനുള്ള ലക്ഷണങ്ങൾ എന്താ. 3, ലോകാവസാനത്തിനുള്ള അടയാളങ്ങൾ എന്താ. ഈ 3 ചോദ്യങ്ങളുടെ മറുപടിയാണ് കർത്താവ് നൽകുന്നത്. യെരുശലേം ദൈവാലയം എപ്പോൾ നശിക്കും, ഈ കാര്യവും കർത്താവിൻ്റെ വരവുമായിട്ട്, അല്ലെങ്കിൽ യെരുശലേം ദൈവാലയത്തിൻ്റെ നാശവും കർത്താവിൻ്റെ വരവിനോടുള്ള ബന്ധത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളും, യെരുശലേം ദൈവാലയത്തിൻ്റെ നാശം ഒരു സിംബോളിസമായിട്ട്, അല്ലെങ്കിൽ ഒരു കർത്താവിൻ്റെ വരവിനെക്കുറിച്ച് പറയുവാൻ ഉപയോഗിക്കുന്ന ഒരു സാദൃശ്യമായിട്ട്, അല്ലെങ്കിൽ ഒരു രൂപാലങ്കാരമായിട്ട് കർത്താവ് ഉപയോഗിക്കുക. ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസിലോട്ടൊന്നും പോകുന്നില്ല, അതിന് നമുക്ക് സമയവുമില്ല. ഇന്ന് രാത്രിയിൽ നമ്മൾ ഫോക്കസ് ചെയ്യുവാനായിട്ട് ആഗ്രഹിക്കുന്നതാകുന്ന കാര്യം, കർത്താവിൻ്റെ വരവിനുള്ളതാകുന്ന ലക്ഷണങ്ങൾ എന്താ. അതിനെക്കുറിച്ച് ഒത്തിരി വിസ്തരമായിട്ട് നമുക്ക് ചിന്തിപ്പാനായിട്ട് കഴിയും. എന്നാൽ അതെല്ലാം നമുക്ക് ചിന്തിക്കാനായിട്ട് സമയമില്ല. അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഫോക്കസ് ചെയ്യുവാനായിട്ട് പോകുകയാണ്. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇവിടെ 2
കാര്യങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞു. ഒന്ന്, ഈ അധ്യായം നമ്മൾ ശ്രദ്ധിച്ചാൽ കർത്താവിൻ്റെ വരവ് ഏത് സമയത്ത് സംഭവിക്കും എന്ന് കർത്താവ് പറഞ്ഞില്ല. കർത്താവിൻ്റെ വരവ് ഏത് സമയത്ത് സംഭവിക്കും എന്ന് പറയുന്ന, അല്ലെങ്കിൽ ആ ഇന്ന സമയത്ത് സംഭവിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്ന കാര്യങ്ങളെ നിശ്ചയമായിട്ടും സംശയദൃഷ്ടിയോടെ കാണാനായിട്ട് കർത്താവ് ആവശ്യപ്പെടുകയാണ്. നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 44-ാമത്തെ ആ വാക്യം ഒന്ന് ശ്രദ്ധിച്ചാൽ, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ. നോക്കുക, അപ്പോൾ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് യേശു കർത്താവ് ഒരിക്കൽ പോലും ഇപ്പോൾ സംഭവിക്കുമെന്ന നിലയിൽ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് യാതൊരു സൂചനയും കൊടുത്തിട്ടില്ല. ഒരു സൂചനയും കൊടുത്തിട്ടില്ല. അത് ഒരു കാര്യം, അത് വളരെ ശ്രദ്ധേയമാകുന്ന വിഷയമാണ്. രണ്ടാമത്തെ വിഷയം, അതിൻ്റെ 32 മുതലുള്ള ആ വേദഭാഗം നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അവിടെ കർത്താവ് പറയുന്ന കാര്യം വളരെ ശ്രദ്ധേയമാണ്. അത്തിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ, അതിൻ്റെ കൊമ്പുള്ളതായി ഇല തറക്കുമ്പോൾ വേനൽ അടുത്തു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്ക വാതിക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുവോളം ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എൻ്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. അപ്പോൾ ഒരു കാര്യം ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം. ഒന്ന്, കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ള നാളോ നാഴികയോ സംബന്ധിച്ച് ആർക്കും അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യുവാൻ, അതിനെക്കുറിച്ച് ഇന്ന സമയത്ത് കർത്താവ് വരും എന്ന് പറയുവാൻ കഴിയുന്നതല്ല. കർത്താവ് അങ്ങനെ സൂചന കൊടുത്തിട്ടില്ല. എന്നാൽ രണ്ടാമതൊരു കാര്യം പറഞ്ഞത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം. കർത്താവിൻ്റെ വരവിൻ്റെ സമയത്തെക്കുറിച്ച് പറഞ്ഞിട്ടില്ലെങ്കിലും കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെ തിരിച്ചറിയുവാൻ, മനസ്സിലാക്കുവാനുള്ളതാകുന്ന അതിനുള്ളതാകുന്ന ഒരു ഉത്തരവാദിത്വവും അത് മനസ്സിലാക്കേണ്ടത് നമ്മുടെ കടമയും കർത്തവ്യവുമാണെന്ന് കർത്താവ് പറയുന്നു. അത്തിയെ നോക്കി ഉപമ പഠിപ്പീൻ, അതിനെക്കുറിച്ചുള്ള വ്യാഖ്യാനങ്ങളിലേക്കൊന്നും ഞാൻ പോകുകയല്ല, അതല്ല എൻ്റെ വിഷയം. അവനെ വിളിച്ചേ, അവിടെ ഇരിക്കാൻ പറ. അപ്പോൾ നോക്കുക, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഒന്ന്, കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ഇന്ന സമയത്ത് സംഭവിക്കും എന്ന് പറയുവാൻ കഴിയുകയില്ല, അതാർക്കും കഴിയുന്നതല്ല. എന്നാൽ കർത്താവിൻ്റെ വരവിനു വേണ്ടി ഒരുങ്ങുവാനുള്ള ആഹ്വാനം നമുക്കുള്ളത് കൊണ്ട് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെ തിരിച്ചറിയുവാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. നാം കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളെ നോക്കിയിരിക്കുന്നവരല്ല, അത് നമ്മൾ മനസ്സിലാക്കണം. നാം കർത്താവിനെ കാത്തിരിക്കുന്നവരാണ്. അതുകൊണ്ടാണ് തീത്തോസിൻ്റെ ലേഖനത്തിലൊക്കെ നമ്മൾ വായിക്കുന്നത്, നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട്. അപ്പം നമ്മൾ എന്തിനു വേണ്ടിയാ? ചില അടയാളങ്ങൾ നിവൃത്തിയാകുന്നത് കാണാനല്ല നമ്മുടെ താല്പര്യം. നമ്മുടെ താല്പര്യം എപ്പോഴും കർത്താവിൻ്റെ പ്രത്യക്ഷതയായിരിക്കണം. അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അതുകൊണ്ട് എന്തൊക്കെ ചെയ്യണമെന്നുള്ളത് ആ തീത്തോസിൻ്റെ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. ആ വിഷയത്തിലേക്ക് ഞാൻ പോകുന്നില്ല. ഫിലിപ്പ് ലേഖനം 3:20 വരുമ്പോൾ നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു. അവിടെ നിന്ന് കർത്താവായ യേശു ക്രിസ്തു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു. അപ്പോൾ കർത്താവിൻ്റെ വരവിന് വേണ്ടി കാത്തിരിക്കുക എന്നുള്ളതാകുന്ന ഒരു പ്രബോധനവും ഒരു കൽപ്പനയും, കർത്താവിൻ്റെ വരവ് സംഭവിക്കുന്ന അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതാകുന്ന അടയാളങ്ങൾ അത് നിവൃത്തിയാകുന്നത് കണ്ട് തിരിച്ചറിയുവാനുള്ളതാകുന്ന ഒരു കർത്തവ്യവും ദൈവജനത്തിനുണ്ട്. ഈ രണ്ട് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ നാം വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ഈ വിഷയങ്ങളെ അല്പം വിശദമായിട്ട് ചിന്തിക്കാം. ഞാൻ അധിക സമയം എടുക്കുകയില്ല, പല കാര്യങ്ങൾ പറയാനുണ്ടെങ്കിലും
പെട്ടെന്ന് ഈ കാര്യം പറയുവാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. കർത്താവിൻ്റെ വരവിന് വേണ്ടി നാം കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ ലോകത്തിലെ പ്രവർത്തനങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇരിക്കുന്നതിനെ കുറിച്ചല്ല ദൈവത്തിൻ്റെ വചനം നമ്മെ പ്രബോധിപ്പിക്കുന്നത്. നേരെ മറിച്ച് അതിൻ്റെ 44-ാമത്തെ വാക്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുന്ന, അങ്ങനെ നിങ്ങൾ നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രനും വരുന്നതുകൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പിൻ എന്ന് പറഞ്ഞേച്ച് താഴോട്ട് ഒരു ഉപമയാ കർത്താവ് പറയുന്നത്. വിശ്വസ്തനാകുന്ന ആ കുഞ്ഞുങ്ങളെ അവിടെ പിടിച്ച്, മോനെ നടക്കരുത് കേട്ടോ. വിശ്വസ്തനാകുന്ന ദാസനെ കുറിച്ചും അവിശ്വസ്തനാകുന്ന ദാസന്മാരെ കുറിച്ചും പറയുന്നു. അപ്പോൾ അവിടെ നിന്ന് കർത്താവ് പഠിപ്പിക്കുവാൻ ഉദ്ദേശിക്കുന്നതാകുന്ന ഒരു വിഷയം, അവരവരുടെ ഉത്തരവാദിത്തങ്ങളെ മറന്ന് ജീവിക്കുന്നവരല്ല കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നവർ. ദൈവം നമ്മളെ എവിടെയാക്കിയിരിക്കുന്നുവോ അവിടെ വിശ്വസ്തതയോടെ ദൈവം നമ്മെ വിളിച്ച പ്രവൃത്തി ഓരോ ദിവസവും വിശ്വസ്തതയോടെ ചെയ്യാനാണ് നനയ്ക്കാത്ത നാഴികയിൽ മനുഷ്യപുത്രൻ വരുന്നത് കൊണ്ട് നിങ്ങളും ഒരുങ്ങിയിരിപ്പീൻ എന്ന വാക്കിനാൽ പറയുന്നത്. പഠിക്കാൻ പോകുന്നവർ നന്നായി പഠിക്കണം. കർത്താവിൻ്റെ വേലയ്ക്ക് അല്ലെങ്കിൽ ബൈബിൾ സ്കൂളിൽ പോകുന്നവർ അത് നന്നായി ചെയ്യണം. ഒരു പക്ഷേ അതിൻ്റെ ഫലം ചെയ്യാനുള്ളതാകുന്ന സമയം ലഭിച്ചില്ലെങ്കിൽ പോലും എത്രത്തോളം നാം ഏത് സമയം വരെ ഭൂമിയിലായിരിക്കുമോ അത്രത്തോളം എൻഗേജ്ഡ് ആയിട്ട് കർത്താവിനെ അനുസരിക്കുന്നവരായിട്ട് കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവരായിട്ട് നിലനിൽക്കുന്നവരാണ് ഒരുങ്ങിയിരിക്കുന്നത്. കാത്തിരിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെക്കുറിച്ചൊക്കെ പല കാര്യങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ടുണ്ട്. എന്നാൽ ഈ രണ്ട് വിഷയങ്ങൾ പെട്ടെന്ന് ഞാൻ ഈ ഭാഗത്തേക്ക് മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിക്കാം. രണ്ട് അപകടകരമാകുന്ന കാര്യങ്ങളെ ഒഴിവാക്കുവാനായിട്ട് കർത്താവ് ശിഷ്യന്മാരോട് പറയുകയാണ്. രണ്ട് അപകടകരമാകുന്ന കാര്യങ്ങൾ. ഒന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. അതായത് കർത്താവിൻ്റെ വരവിൻ്റെ നാളും നാഴികയും സംബന്ധിച്ച് ആർക്കും അറിയത്തില്ല. ദൂതന്മാർക്കും അറിയത്തില്ല, സ്വർഗത്തിലെ ദൂതന്മാർക്കോ പുത്രന് പോലും അറിയുകയില്ല. അതിനെക്കുറിച്ചൊക്കെയുള്ള വിശദീകരണങ്ങളൊന്നും ഇപ്പോൾ തരാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പുത്രൻ അറിയത്തില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അത് ബൈബിൾ ക്ലാസ്സിൽ വിശദീകരിക്കുന്നുണ്ട്, അപ്പോൾ അവിടെ വന്ന് കേട്ടാൽ മതി. നോക്കുക, അപ്പോൾ പുത്രൻ പോലും അറിയുന്നില്ല. കർത്താവിൻ്റെ വരവിനെ കുറിച്ച് ആരും അറിയുന്നില്ല. എന്നാൽ ഒരു കാര്യം, ഒരു ദുഃഖകരമാകുന്ന ഒരു കാര്യം നമ്മൾ ക്രിസ്തു സഭയുടെ ചരിത്രം പഠിച്ചു നോക്കിയാൽ സംഭവിച്ചത്, അനേകം നല്ല വിശ്വസ്തയോടെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി പുറപ്പെട്ട ഒത്തിരി പേര് പരാജയപ്പെട്ടു പോയത് ഇവിടെയാണ്. കേരളത്തിൽ ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇതിൽ പെട്ടെന്നൊന്ന് പറഞ്ഞു പോകട്ടെ. ഏറ്റവും നല്ലതെന്ന് പറയാൻ പറ്റുകയില്ല, ഒരു ക്ലാസിക് എക്സാമ്പിളുണ്ട്. നല്ല ഉദാഹരണമല്ല ഒരിക്കലും. പാലക്കാട്ടിനടുത്തൊരു ഗ്രാമത്തിൽ 1835 ഒരു തമിഴ് ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചയാളാണ് വിദ്വാൻകുട്ടി എന്ന് പറയുന്ന യുസ്തുസ് ജോസഫ്. അദ്ദേഹത്തിൻ്റെ പേര് സർനെയിം അയ്യർ എന്ന. അത് മാറി CMS മിഷണറിമാരുടെ പ്രവർത്തനങ്ങൾ മുഖാന്തരം ആ കുടുംബം മുഴുവൻ രക്ഷപ്പെട്ടു. അദ്ദേഹം വളരെ അനുഗ്രഹീതനാകുന്ന ഒരു ശുശ്രൂഷകനായി തീർന്നു. ആ കാലത്ത് CMS സഭയിലെ ഒരു പട്ടക്കാരനായിട്ട്, ഒരു അച്ഛനായിട്ട് താൻ തീർന്നു. താൻ വളരെ അനുഗ്രഹീതമാകുന്ന നിലയിൽ കർത്താവിൻ്റെ ശുശ്രൂഷ ചെയ്തു. അദ്ദേഹം എഴുതിയ പാട്ടുകൾ ഇന്നും നമ്മൾ പാടാറുണ്ട്. അതിലൊന്ന് സ്തുതിപ്പീൻ സ്തുതിപ്പീൻ യേശുദേവനെ എന്ന് വേണ്ട അനേക പാട്ടുകളുണ്ട്. കാന്താ താമസം എന്തഹോ എന്നുള്ള ഗാനം. ഈ ഗാനങ്ങളൊക്കെ ഈ യുസ്തുസ് ജോസഫ് എന്ന് പറയുന്ന മനുഷ്യൻ എഴുതിയതാണ്. എന്നാൽ ഇദ്ദേഹത്തിന് പറ്റിയതാകുന്ന ഒരു പിഴവ്, ഒരബദ്ധം, മാവേലിക്കരയ്ക്ക് അടുത്ത് കന്നേറ്റ് എന്ന് പറയുന്ന ആ സ്ഥലത്ത് CMS
കാരുടെ ഒരു പള്ളിയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ കൂടാരപ്പള്ളിൽ തൊമ്മൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവനുമായിട്ട് താൻ സുഹൃത്ത് ബന്ധത്തിൽ അല്ലെങ്കിൽ അദ്ദേഹവുമായിട്ട് ആത്മീക ബന്ധത്തിൽ ഏർപ്പെട്ടു. അദ്ദേഹം ഒരു പ്രവാചകനായിരുന്നു. അദ്ദേഹം നൽകിയതാകുന്ന ഒരു പ്രവചനം, അദ്ദേഹത്തെ കാണാനായിട്ട് അന്ന് അദ്ദേഹം കൊല്ലത്ത് താമസിക്കുകയാണ്. 1875 ഇവര് കൊല്ലത്ത് ചെന്നു. അദ്ദേഹം ഒരു പ്രവചനം ചെയ്തു. ഇന്നു മുതൽ 1875 മെയ് 30 ഈ സംഭവം. ഇന്നു മുതൽ 6 വർഷത്തിനുള്ളിൽ കർത്താവ് മടങ്ങി വരും. യുസ്തുസ് ജോസഫ് ആ പ്രവചനം ദൈവിക ദൂതായിട്ട് ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ ഇത് ഉൾപ്പെടുത്താനായിട്ട് തുടങ്ങി. ആദ്യമൊക്കെ അദ്ദേഹത്തെക്കുറിച്ചുള്ള പരാതി CMS ഹെഡ്ക്വാർട്ടേഴ്സിൽ അയച്ചെങ്കിലും അദ്ദേഹം വളരെ കമ്മിറ്റഡ് ആയിട്ടുള്ള ആൾ, വളരെ അനുഗ്രഹീതനാകുന്ന ഒരു ശുശ്രൂഷകനായതുകൊണ്ട് അവരത് കാര്യമായിട്ട് എടുത്തില്ല. എന്നാൽ ഇതിനോട് ബന്ധപ്പെടുത്തി ഒരുപാട് ദുരുപദേശങ്ങൾ അദ്ദേഹം പറയാനായിട്ട് ആരംഭിച്ചു. അവസാനം CMS സഭയിൽ നിന്ന് അദ്ദേഹത്തെ പുറത്താക്കി. അന്ന് CMS സഭയിൽ നിന്ന് ആക്കപ്പെട്ട ആ സന്ദർഭത്തിൽ താൻ തുടങ്ങിയതാകുന്ന സഭയാണ് കന്നേറ്റിൽ റിവൈവൽ ചർച്ച്. കൂടാരപ്പള്ളിൽ തൊമ്മനും അതുകൂടാതെ ഓമല്ലൂർ ഈപ്പൻ എന്ന് പറയുന്ന ഒരു പ്രിയപ്പെട്ടവനും അതുപോലെ ഒത്തിരി പേര് ഇവരോടൊപ്പം കൂടി. ഈ കാര്യം ഇങ്ങനെ നടന്നുകൊണ്ടിരുന്നു. ഒരു ദിവസം ഓമല്ലൂർ ഈപ്പൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു പ്രവചനമുണ്ടായി. 1876 അദ്ദേഹം പറഞ്ഞു, 1876 ഓഗസ്റ്റ് മാസം 10-നും 12-നും ഈ 2-3 ദിവസങ്ങളിൽ ലോകത്തെല്ലായിടത്തും കൂരിരുളുണ്ടാകാൻ പോകുകയാണ്. അത് കർത്താവിൻ്റെ വരവിനുള്ള മുന്നോടിയായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ അതിനെക്കുറിച്ച് വായിച്ചിട്ടുള്ളത്, അന്ന് ബ്രിട്ടീഷുകാരാണ് ഇന്ത്യ ഭരിച്ചുകൊണ്ടിരുന്നത്. ഗവർണേഴ്സിനും ലണ്ടനിലുള്ളതാകുന്ന അതുപോലെ രാജ്ഞിക്കും പിന്നെ റോമിൽ പോപ്പിനുമൊക്കെ അന്ന് ഇവർ കമ്പി സന്ദേശം അയച്ചു. കമ്പി സന്ദേശമോ വാട്ടെവർ എഴുത്തു മുഖാന്തരമോ അന്ന് അവൈലബിൾ ആയിരുന്ന ആ മീൻസ് ഉപയോഗിച്ച് അവർ ആ സന്ദേശം അറിയിച്ചു. ഒത്തിരി പേര് സഭയിലേക്ക് വന്നു. വലിയ ഉണർവ് നടക്കുകയാണ്. വളരെ ഉണർവെന്ന് വിളിക്കാൻ കഴിയുന്ന ഒരുപാട് ഇമോഷണലായിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചു. അദ്ദേഹത്തെ പലരും വാൺ ചെയ്തു, നിങ്ങളുടെ ഒരു പ്രൈവറ്റ് സ്വകാര്യമാകുന്ന വ്യക്തിപരമാകുന്ന അനുഭവങ്ങളിലല്ല നിങ്ങൾ പ്രസംഗിക്കേണ്ടത്, ദൈവവചനത്തിൻ്റെ ഉപദേശമാണ് പ്രസംഗിക്കേണ്ടതെന്ന് അദ്ദേഹത്തെ പലരും വാൺ ചെയ്തു. ചെവിക്കൊണ്ടില്ല. ഇന്നും സംഭവിക്കുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. പറയാറുണ്ടല്ലോ, ഇതെൻ്റെ അനുഭവമാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ. ആരിതിനെ ഖണ്ഡിക്കും? എനിക്ക് അവരോട് പറയാനുള്ളത്, ഈ പുസ്തകം ഖണ്ഡിക്കുന്ന അനുഭവമാണെങ്കിൽ ഇത് അംഗീകരിപ്പാൻ യാതൊരു മാൻഡേറ്റും സ്വർഗത്തിൽ നിന്നില്ല. പുസ്തകത്തിന് ചേരുന്ന അനുഭവമാണോ 100% അംഗീകരിക്കണം. പുസ്തകത്തിന് വെളിയിലുള്ളതാണോ അംഗീകരിക്കരുത്. അത് പൈശാചികവും വഞ്ചനാപരവുമാണ്. യുസ്തുസ് ജോസഫിന് പറ്റിയത് അതാണ്. ഒരുപാട് എക്സ്റ്റാസിക്, അതായത് പേഴ്സണലായിട്ടുള്ള എക്സ്പീരിയൻസിൽ അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി. ദൈവവചനം മാറ്റിവെച്ചിട്ട് വ്യക്തിപരമാകുന്ന അനുഭവങ്ങളെ പ്രസംഗിക്കാനായിട്ട് തുടങ്ങി. അവസാനം എന്ത് സംഭവിച്ചെന്നറിയാമോ? ഈ പറഞ്ഞ തീയതിയിൽ ഇതൊന്നും ഉണ്ടായില്ല. 1878 ഓമല്ലൂർ ഈപ്പൻ എന്ന് പറയുന്ന ആ മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പുരയിടത്തിൽ ഒരു മരത്തിൻ്റെ കൊമ്പിൽ കെട്ടിഞ്ഞാന്ന് ചത്തു. ഈ സഭ നാനാവിശേഷമായി. ആ സന്ദർഭത്തിൽ 1881 യുസ്തുസ് ജോസഫ് പറഞ്ഞു, ഓഗസ്റ്റ് മാസം കർത്താവ് വരാൻ പോകുകയാണ്. ഒരു പ്രത്യേക തീയതിയും പറഞ്ഞ് കാത്തിരുന്നു. ആ രാത്രി മുഴുവൻ ഉറക്കളച്ചിരുന്നു. കർത്താവ് വന്നില്ല. എല്ലാവരും ചെതറിപ്പോയി. അന്ന് അദ്ദേഹം എഴുതിയ പാട്ടാണ് കാന്ത താമസം എന്തഹോ എന്നുള്ള പാട്ട്. ഞാൻ പറഞ്ഞു വന്നതിൻ്റെ താല്പര്യം, കർത്താവിൻ്റെ വരവിനെ കുറിച്ച്
യാതൊരു വിധമാകുന്ന പുറത്തുള്ളതാകുന്ന കാര്യങ്ങളല്ല നമ്മൾ കേൾക്കേണ്ടത്. ചിലർ മായൻ കലണ്ടർ വെച്ച് പ്രസംഗിക്കും. മായൻ കലണ്ടർ അല്ല വെച്ച് പ്രസംഗിക്കേണ്ടത്, വേദപുസ്തകം വെച്ചാണ് പ്രസംഗിക്കേണ്ടത്. അത് വെച്ച് പ്രസംഗിച്ചാൽ അബദ്ധം പറ്റി കഴിഞ്ഞല്ലോ. കാരണം 2012 ഡിസംബർ മാസം എല്ലാം തീരുമെന്നാന്ന് പറഞ്ഞേ, തീർന്നില്ലല്ലോ. പ്രിയരെ, ഞാൻ പറയുന്നതിൻ്റെ താല്പര്യം നമ്മുടെ പേഴ്സണൽ എക്സ്പീരിയൻസ് അല്ല കാര്യം, ദൈവവചനത്തിൻ്റെ ഉപദേശമാണ് കാര്യം. ആരും അബദ്ധങ്ങളിൽ ചെന്ന് പെടരുത്. ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം നമ്മുടെ അനുഭവങ്ങൾക്ക് പ്രാധാന്യമില്ലെന്നല്ല പറഞ്ഞത്. ദൈവവചനപ്രകാരം ഉള്ള സകല അനുഭവങ്ങൾക്കും പ്രാധാന്യമുണ്ട്. ദൈവവചനപ്രകാരമുള്ള സകല കാര്യങ്ങൾക്കും പ്രാധാന്യമുണ്ട്. എന്നാൽ അനുഭവങ്ങളുടെ മേൽ വിശ്വാസം കെട്ടിപ്പക്കുന്നവര് വലിയ അബദ്ധത്തിലേക്കാണ് പോകുന്നത്. ഇതതിന് ഏറ്റവും വലിയ തെളിവാണ്. അപ്പൊ കർത്താവിൻ്റെ വരവിനെ കുറിച്ച് നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ സ്വർഗത്തിലെ ഒരു ദൂതൻ പോലും അറിയുന്നില്ലെന്ന് പറഞ്ഞാൽ അതറിയുന്നില്ല തന്നെ. അതിനെക്കുറിച്ച് സ്പെക്കുലേറ്റ് ചെയ്യുവാൻ ആരെയും ദൈവം അനുവദിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു പ്രസംഗങ്ങൾക്കും നമ്മൾ ചെവി കൊടുക്കരുത്. അത് തെറ്റാണ്, അത് അബദ്ധമാണ്. എന്നാൽ അതിൻ്റെ മറുവശത്തേക്ക് ഞാൻ വരട്ടെ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിലും രണ്ടാമത്തെ വിഷയവും അതുപോലെ പ്രാധാന്യമുള്ള വിഷയമാണ്. അതായത് കർത്താവിൻ്റെ വരവ് ആ ദിവസം കണി പോലെ, കണിയല്ലല്ലോ കെണി, ഓക്കെ, കെണി പോലെ നിങ്ങളെ പിടിപ്പാതിരിപ്പാൻ നോക്കിക്കൊള്ളുവീൻ, സൂക്ഷിച്ചുകൊള്ളുവീൻ. അപ്പോൾ അതിൻ്റെ അർത്ഥം കർത്താവിൻ്റെ വരവിൻ്റെ സമയം നമുക്കറിയത്തില്ലെങ്കിലും കർത്താവിൻ്റെ വരവിനുള്ളതാകുന്ന ലക്ഷണങ്ങളെ മനസ്സിലാക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെ പ്രബോധിപ്പിക്കുക. അതുകൊണ്ടല്ലേ കർത്താവ് പറഞ്ഞത്, അധിയെ നോക്കി ഒരു ഉപമ പഠിപ്പീൻ എന്നിട്ട് പറയുക, ഇതൊക്കെയും സംഭവിക്കുന്നത് കാണുമ്പോൾ അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. നോക്കിയേ, അപ്പോൾ ആ കാര്യങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, കർത്താവിൻ്റെ വരവ് ഏത് നിമിഷവും സംഭവിക്കാം. അതുകൊണ്ട് എത്ര വിശുദ്ധ ജീവനവും ഭക്തിയും ഉള്ളവരായിട്ട് നമ്മൾ ജീവിക്കണം. പ്രിയരെ, നമ്മുടെ ഉത്തരവാദിത്വം എന്താ? നമ്മൾ ഉത്തരവാദിത്വം ദിവസവും നാളും നാഴികയും അന്വേഷിക്കുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. അത് തെറ്റുമാ. എന്നാൽ നമ്മുടെ ഉത്തരവാദിത്വം കർത്താവിൻ്റെ വരവിനെ കുറിച്ചുള്ളതാകുന്ന ലക്ഷണങ്ങളെ ശരിയായി വിവേചിച്ച് മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനാണ് ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം. ഇത് മറന്നു പോകരുത്. അപ്പോസ്തലനായ പൗലോസ് ഇതേ കാര്യം പറയുന്നുണ്ട്. 1 തെസ്സലോനിക്കർ എടുത്ത് വായിക്കണ്ട, ഞാൻ അങ്ങ് പറഞ്ഞു പോകാം. 1 തെസ്സലോനിക്കർ 5-ാമത്തെ അധ്യായം നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. കാലങ്ങളെക്കുറിച്ചും സമയങ്ങളെക്കുറിച്ചും എഴുതാൻ ആവശ്യമില്ല. കാരണം എന്താ? അതിനെക്കുറിച്ച് പറയേണ്ട കാര്യം ഇല്ലെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് അറിയത്തുമില്ല. കാലങ്ങളും സമയങ്ങളും അറിഞ്ഞിട്ടല്ല നിങ്ങൾ പ്രിപ്പയർ ആകേണ്ടത്. പിന്നെയോ താഴോട്ട് പറയുന്ന 2 കാര്യങ്ങൾ ശ്രദ്ധേയം. അതിലൊന്ന് ഇതാണ്, കള്ളൻ വരുന്നത് പോലെ. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം കള്ളൻ വരുമെന്നുള്ളതാകുന്ന അറിവ് കിട്ടി. പക്ഷെ വീട്ടുടമൻ എന്ത് ചെയ്യുക? കള്ളൻ എപ്പോഴാ വരുന്നതെന്ന് അറിയത്തില്ല. അതുകൊണ്ട് വരുമെന്നറിയാം, ഏത് സമയവും ഇവൻ എന്താ അതിനുവേണ്ടി ഒരുങ്ങിയിരിക്കുക. എന്നിട്ട് പൗലോസ് പറയുക, ഇതുപോലെയാണ് കർത്താവിൻ്റെ വരവിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യേണ്ടത്? ഒരുങ്ങേണ്ടത്. എന്ന് പറഞ്ഞാൽ കർത്താവ് വരുമെന്നുള്ളത് ഉറപ്പാ, അതിന് ഒരു സംശയവും വേണ്ട. കാരണം വേദപുസ്തകത്തിൻ്റെ 80% പ്രവചനങ്ങൾ നിവൃത്തിയായി കഴിഞ്ഞതാ. അക്ഷരീകമായിട്ട് അക്കമിട്ട് ചരിത്രത്തിൻ്റെ പിൻബലത്തിൽ തെളിവോടെ നിവൃത്തികളെക്കുറിച്ച്, പ്രവചന നിവൃത്തികളെക്കുറിച്ച് പറയാൻ കഴിയുന്ന ഒറ്റ പുസ്തകമേ ഉള്ളൂ. നോസ്ട്രഡാമസുമില്ല, മായൻ കലണ്ടറുമില്ല, ഒരു കലണ്ടറുമില്ല. ഈ പുസ്തകം മാത്രമേ ഉള്ളൂ. 80% കൃത്യമായെങ്കിൽ ഇനിയും ബാക്കി നിവൃത്തിയുള്ള ആകാനുള്ളത് 20% ഉള്ളൂ. അത് കർത്താവിൻ്റെ വരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. അങ്ങനെയെങ്കിൽ ഉറപ്പാണ് കർത്താവ് വരുമെന്ന്.
പക്ഷെങ്കിൽ കർത്താവിൻ്റെ വരവിന് വേണ്ടി നാളും നാഴികയും എന്തെന്ന് അന്വേഷിക്കുന്നതല്ല നമ്മുടെ ഉത്തരവാദിത്വം. കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങത്തക്കവണ്ണം നമ്മൾ അടയാളങ്ങൾ എന്തെന്ന് മനസ്സിലാക്കുകയാണ് വേണ്ടത്. നമുക്ക് പെട്ടെന്ന് ഈ കാര്യമൊന്ന് ചിന്തിക്കാം. ഈ 4 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചാൽ 24-ാം അധ്യായം മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 4 മുതലുള്ളതാകുന്ന വാക്യങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ 4 മുതൽ 8 വരെ ഉള്ളതാകുന്ന വാക്യങ്ങളിൽ യുദ്ധങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നു, യുദ്ധശ്രുതികളെക്കുറിച്ച് പറയുന്നു. അതുപോലെ രാജ്യം രാജ്യത്തോടും ജാതി ജാതിയോടും എതിർക്കും എന്ന് പറയുന്നു. വലിയ ഫാമിൻ അല്ലെങ്കിൽ ക്ഷാമത്തെക്കുറിച്ച് കർത്താവ് പറയുന്നു. ഭൂകമ്പങ്ങളെക്കുറിച്ച് കർത്താവ് പറയുന്നു. ഇതെല്ലാം തന്നെ കർത്താവിൻ്റെ വരവിന് മുൻപുള്ളതാകുന്ന അടയാളങ്ങളായിട്ട് കർത്താവ് പറയുക. എന്നിട്ട് അവിടെ കർത്താവ് പറയുന്ന കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചേ. ഇതൊക്കെയും ഈറ്റുനോവിൻ്റെ ആരംഭമത്രേ. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കർത്താവ് പറയുന്നത് ഇതിങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. നമ്മൾ ചരിത്രം പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ എല്ലാ കാലത്തും ഈ പറയപ്പെട്ട കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്, ഇന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുക. പക്ഷെ ഇന്ന് ഒരു പ്രത്യേകതയുണ്ട്. ഇന്നത്തെ സവിശേഷത കഴിഞ്ഞ അനേകം നൂറ്റാണ്ടുകൾ ഒന്നിച്ചു ചേർത്താൽ ഉണ്ടായതിനേക്കാളും കൂടുതൽ ഈ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സും ക്ഷാമവും ഭൂകമ്പവും ഈ കാര്യങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക. ഇതേ ഉള്ളൂ വ്യത്യാസം. അപ്പോൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം, ഇത് നമ്മുടെ കർത്താവ് പറഞ്ഞു കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണ്. അങ്ങനെ നിശ്ചയമായിട്ടും കർത്താവിൻ്റെ ലക്ഷണങ്ങളായിട്ട് തന്നെ അതിനെ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റെടുക്കണം. എന്നാൽ അവിടെ പ്രത്യേകിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം. അവിടെ പ്രത്യേകിച്ച് കർത്താവ് പറയുന്ന ഒരു കാര്യം എന്താണെന്നറിയാമോ? ഇതൊക്കെ പറയുന്നതിന് മുൻപേ കർത്താവ് തുടങ്ങുന്നത് ആരും നിങ്ങളെ തെറ്റിക്കരുത്, ആരും നിങ്ങളെ വഞ്ചിക്കരുത് എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ സംഭവിക്കുന്നത് കാണുമ്പോൾ കർത്താവ് സർവജ്ഞാനിയായതുകൊണ്ട് അന്ന് തന്നെ കണ്ടായിരുന്നു ഇല്ലേ? സദാം ഹുസൈന് ഇറാഖിൽ കയറിയപ്പോൾ എന്തോ ഒരു പ്രസംഗങ്ങളായിരുന്നു, എന്തെല്ലാം കേട്ടെന്നറിയാമോ? ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, ഒടുവിൽ പറഞ്ഞു വെച്ചപ്പോൾ അത് മഹോദ്രവം നടക്കുന്ന കാലം വരെ ആക്കിയ പ്രസംഗകരെ ഞാൻ കേട്ടു. നിങ്ങൾ കേട്ടോന്ന് എനിക്കറിയത്തില്ല, ഞാൻ എൻ്റെ ചെവിയാ കേട്ടു. ഞാൻ ആ വിഷയത്തിലേക്കൊന്നും പോകുന്നില്ല. പക്ഷെങ്കിൽ ഞാൻ പറഞ്ഞതിൻ്റെ താല്പര്യം, കർത്താവ് പറഞ്ഞത് എന്താ? ഇതൊക്കെ ഈറ്റുനോവിൻ്റെ ആരംഭം മാത്രമാണ്. ഇതെല്ലാ കാലത്തും സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ ഇത് ഈ കാലത്ത് അധികമായി വന്നുകൊണ്ടിരിക്കുക. ഇത് കാണുമ്പോൾ നമ്മൾ നിശ്ചയമായിട്ടും അത് സീരിയസ് ആയിട്ട് എടുക്കണം. കഴിഞ്ഞ നാളുകളിൽ സംഭവിച്ചതുപോലല്ല ഇന്ന് നടക്കുന്നത്. ഇന്ന് വളരെയധികം സവിശേഷമാകുന്ന നിലയിലുള്ളതാകുന്ന ലക്ഷണങ്ങളാണ് കഴിഞ്ഞ നാളുകളെക്കാളും നടക്കുന്നത്. ഇത് നമ്മൾ മറന്നുപോകരുത്. അങ്ങനെയെങ്കിൽ നിശ്ചയമായിട്ടും അത് കർത്താവിൻ്റെ വരവിൻ്റെ ലക്ഷണങ്ങളാണെന്ന് നമ്മൾ തിരിച്ചറിയണം. എന്നാൽ ആ വിഷയങ്ങളിലേക്ക് പോകുന്നതിനേക്കാളും ഞാൻ അടുത്ത വിഷയങ്ങളിലേക്ക് പെട്ടെന്ന് വരട്ടെ. എൻ്റെ വാക്കുകളെ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം. 9 മുതൽ 14 വരെയുള്ളതാകുന്ന വേദഭാഗത്ത് കർത്താവ് ശിഷ്യന്മാരോടുള്ള ബന്ധത്തിൽ പറയുന്ന കാര്യങ്ങളാണ്. ആദ്യം പറഞ്ഞത് ഭൂമിയിൽ നടക്കുന്ന കാര്യങ്ങളും പൊളിറ്റിക്കൽ അപ്ഹീവൽസിനെ കുറിച്ചും ക്ഷാമത്തെക്കുറിച്ചും ഭൂകമ്പത്തെക്കുറിച്ചും ഭൂമിക്കുണ്ടാകുന്നതാകുന്ന ഇളക്കങ്ങളെക്കുറിച്ചും ആ കർത്താവ് പറഞ്ഞതെങ്കിൽ, അടുത്ത് പറയുന്ന കാര്യങ്ങൾ അങ്ങനെയുള്ളതാകുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല കർത്താവ് പറയുന്നത്. അത് വളരെ ശ്രദ്ധേയമാണ്. അതെന്താണെന്ന് നമുക്കൊന്ന് പെട്ടെന്നൊന്ന് ശ്രദ്ധിക്കാം. അവിടെ സംഭവിക്കുന്നത് എന്താ? ഒന്നാമതായിട്ട് അതിൻ്റെ 9-ാം വാക്യം നമ്മൾ ശ്രദ്ധിച്ചാൽ, അന്ന് അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കും. എന്തെല്ലാമാണ് ഇവിടെ സംഭവിക്കുന്നത്? ഈ വാക്യങ്ങളിൽ പല കാര്യങ്ങളാണ് കർത്താവ് പറയുന്നത്. ഒന്ന്, നിങ്ങളെ യഥാർത്ഥത്തിൽ
കർത്താവിനെ സ്നേഹിക്കുന്ന യേശു കർത്താവിൻ്റെ ശിഷ്യന്മാരെ ലോകം വെറുക്കാനായിട്ട് തുടങ്ങും. ഒരു ശിഷ്യനെ ലോകം വെറുക്കുന്നില്ലെങ്കിൽ അതൊരു നല്ല കാര്യമായിട്ടല്ല നമ്മൾ കരുതേണ്ടത്. ഇന്ന് നമ്മളത് നല്ല കാര്യമായിട്ടാണ് കരുതുന്നത്. നമ്മുടെ മീറ്റിങ്ങുകൾക്കൊക്കെ ഈ രാഷ്ട്രീയക്കാരൊക്കെ എപ്പോഴും വന്ന് അവർ വരുന്ന വോട്ട് ചോദിക്കാനാണ് വരുന്നത്. അവരല്ല പ്രസംഗം കേൾക്കാനാണ് വരുന്നത്. അവർ വോട്ട് ചോദിക്കാനാണ് വരുന്നത്. അവരുടെ പൊളിറ്റിക്കൽ അജണ്ട ഉദ്ദേശിച്ചുകൊണ്ടാണ് അവർ വരുന്നത്. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ നമ്മുടെ പത്രങ്ങളിലൊക്കെ എഴുതുന്നതൊക്കെ ഞാൻ ഇവിടെ വന്ന പിന്നെ എനിക്ക് കിട്ടാറില്ല, നാട്ടിൽ വെച്ച് ഞാൻ നോക്കാറുണ്ടായിരുന്നു. അപ്പോൾ പലരും അതിനെക്കുറിച്ച് എഴുതിയേക്കുന്നത് എന്നറിയോ, ഒരു കാലത്ത് നമ്മളെ അവർ നിന്ദിക്കുകയും പഴിക്കുകയും നമ്മളെ കപ്പയും മത്തിയും തിന്നുന്നവരെന്നൊക്കെ പറഞ്ഞ് ആക്ഷേപിക്കുകയും അധിക്ഷേപിക്കുകയൊക്കെ ചെയ്തു. ഇന്നാണെങ്കിൽ നമ്മളൊരു എണ്ണപ്പെട്ട ശക്തിയാണെന്ന് അവർ മനസ്സിലാക്കി. അതുകൊണ്ട് നമ്മുടെ അടുത്ത് വന്നേക്കുക. എനിക്കത് വായിച്ചിട്ട് ഒരു സന്തോഷം തോന്നിയില്ല. കാരണം യേശു കർത്താവ് പറഞ്ഞത് ഒരു ശിഷ്യൻ അവൻ ലോകക്കാരോടെല്ലാം അങ്ങ് വെറുത്ത് ഐസൊലേറ്റഡ് ആയിട്ട് ജീവിക്കുമെന്നല്ല പറഞ്ഞത്. ലോകക്കാരൻ അറിയാം അവൻ ആരാന്ന്. പക്ഷെങ്കിൽ ആ ശിഷ്യന്റെ വ്യത്യസ്തത കൊണ്ട് മാത്രം അവനൊരു മിസ്ഫിറ്റ് ആയിരിക്കും. അതിൻ്റെ കാര്യം എന്താ? ഇത് വ്യക്തമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ കർത്താവിൻ്റെ ജീവിതം പരിശോധിച്ചാൽ, എനിക്കതൊന്നും വിശദീകരിക്കാൻ നേരമില്ലെങ്കിൽ പെട്ടെന്ന് പറയട്ടെ. കർത്താവ് ഒരിക്കൽ ഗലീലാക്കടലിൻ്റെ തീരത്ത് നിന്ന് പ്രസംഗിച്ചുകൊണ്ടിരുന്നു. 2 ബോട്ടിൽ ജനങ്ങൾ. അപ്പോൾ നമുക്ക് ആ സംഭവം അറിയാമല്ലോ. ഇതെല്ലാം കഴിഞ്ഞപ്പോഴേ പത്രോസും യോഹന്നാനും എല്ലാം നിന്ന് വല കഴുകുകയായിരുന്നു. നമുക്ക് ആ സംഭവം അറിയാം. ലൂക്കോസിന്റെ സുവിശേഷം 5-ാം അധ്യായത്തിലുണ്ട്. എടുത്ത് വായിക്കേണ്ട, നമുക്കറിയാവുന്ന വിഷയം, എല്ലാവർക്കും അറിയാവുന്ന കാര്യം. ആ മീൻപിടുത്തം കഴിഞ്ഞപ്പം പത്രോസ് പറയുന്നതെന്നൊരു കാര്യമുണ്ട്. എന്നാ പറയുന്നതെന്നറിയാം? വളരെ ശ്രദ്ധയാ. ആദ്യം പത്രോസ് പറഞ്ഞത്, നിന്റെ വാക്ക് ഞാൻ വലയിറക്കാമെന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ രാത്രി മുഴുവൻ അധ്വാനിച്ചു, എനിക്കറിയാം. കാരണം ഓർക്കണം, വല കഴുകിയേച്ച് ഈ ഞങ്ങളുടെ അവിടെ ഈ ആറും ഞങ്ങളുടെ വീട്ടിൽ ഒത്തിരി വലയൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് നന്നായിട്ടറിയാം. കഴുകി ഉണക്കി വെച്ച വല ഞങ്ങളുടെ അവിടെ ആരും പെട്ടെന്നൊന്നും എടുക്കുകയില്ല. അല്ലെ പിന്നെ അതുപോലെ വല്ല ഊത്ത വല്ലതും കയറി വരുന്നെന്നൊക്കെ പറഞ്ഞാൽ എടുക്കുക, അല്ല ഒന്നും എടുക്കില്ല. എത്ര മെനക്കേടാണെന്നറിയാം വല കഴുകുന്നേ. അങ്ങനെ കഴുകി വെച്ച വല ഇറക്കാം അങ്ങ് പറഞ്ഞത് കൊണ്ട് ഞാൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ആ 2 വഞ്ചിയെ നിറയെ മീൻ കിട്ടിക്കഴിഞ്ഞോണ്ടേ പത്രോസ് പറയുന്നത് എന്നറിയാം? എന്താ പറഞ്ഞതെന്നറിയാം? വല്ലപ്പോഴൊക്കെ ഇതിലേ വരണേ, ഞങ്ങളുടെ ബിസിനസ് ഒന്ന് ത്രൈവ് ചെയ്യിക്കണം എന്നാന്നോ പറഞ്ഞേ? അങ്ങനല്ല പറഞ്ഞെന്താണെന്നറിയോ? അയ്യോ, ഞാൻ പാപിയാകുന്നൊരു മനുഷ്യനാ, എന്നെ വിട്ട്. എന്താ അവിടെ സംഭവിച്ചേ? അവിടെ സംഭവിച്ചെന്താ? കർത്താവിൻ്റെ ഹോളിനെസ്, കർത്താവ് നന്മയാ ചെയ്തത്. നന്മ ചെയ്തതിൽ കൂടെ എന്ത് തെളിവായി? കർത്താവിൻ്റെ വിശുദ്ധി അവിടെ വെളിവായപ്പം ഇവൻ പറയുക, അയ്യോ ഞാൻ പാപിയാകുന്ന മനുഷ്യൻ. ഇതായിരിക്കണം ശിഷ്യന്റെ ലക്ഷണം കേട്ടോ. ശിഷ്യൻ ലോകക്കാരന് പ്രയോജനമുള്ളവനാ, പക്ഷെ അവരിൽ നിന്നും വ്യത്യസ്തനാ ശിഷ്യൻ. അല്ലാത്തവൻ ശിഷ്യനല്ല. ലോകക്കാരൻ എൻ്റെ തോളെ കൈയിട്ടുകൊണ്ട് പോകാവുന്ന നിലയിലാണെങ്കിൽ ഞാൻ ശിഷ്യനല്ലേ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ അവർക്ക് കൈ കൊടുത്തില്ലെന്നോ അവർക്ക് സ്നേഹബന്ധമില്ലെന്നോ അല്ല ഞാൻ പറഞ്ഞു. എൻ്റെ അയൽപക്കക്കാരന് ഞാൻ നല്ലവരല്ലെന്നോ അല്ല പറഞ്ഞത്. എൻ്റെ താഴെ താമസിക്കുന്ന ആൾക്കാർക്ക് എന്നെ എല്ലാവരും പാസ്റ്റർ എന്നാണ് അവിടെ വിളിക്കുന്നത്. പാസ്റ്ററെ വാ, ദോഹ സിനിമയിൽ ഇന്ന് പുതിയ മൂവി വന്നിട്ടുണ്ട് എന്ന് പോകാമെന്ന് എൻ്റെ അയൽപക്കത്ത് താമസിക്കുന്ന ആരും ദൈവകൃപയാൽ പറയുകയല്ലെന്ന് എനിക്കറിയാം. ദെന്നോ അവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പാ. അങ്ങനെ ആയിരിക്കണം ശിഷ്യൻ. അതാ ശിഷ്യന്റെ വ്യത്യാസം. അടുത്ത സമയത്ത് ഒരാളെ കുറിച്ച് പറഞ്ഞെന്നാ പറഞ്ഞേ, ഒരു അറബി ഖത്തറി പറഞ്ഞെന്നാ പറഞ്ഞേ, നിന്റെ കൂടെ പ്രാർത്ഥിക്കാൻ വരുന്നത് ഇവനാണോ എന്ന് ചോദിച്ചു.
ഒരു കത്തറി ചോദിച്ചെന്നാ പറഞ്ഞു. എനിക്കത് കേട്ടപ്പോൾ എൻ്റെ ചങ്ക് തകർന്നു പോയി, സത്യം പറഞ്ഞു. അപ്പോൾ അങ്ങേരോട് പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞേ, ആരോ ഉപദേശിക്കാൻ ചെന്നപ്പം പുള്ളി പറഞ്ഞെന്നാ പറഞ്ഞേ, അച്ഛാ ബിസിനസ്സും സ്പിരിച്വാലിറ്റി ആത്മീയതയൊന്നും കൂട്ടിക്കുഴയ്ക്കില്ലെന്ന്. പള്ളി വേറെ പള്ളിക്കൂടം വേറെ. അത് ശിഷ്യനാന്നോ? ശിഷ്യനല്ല. ലോകക്കാരന് പ്രയോജനമുള്ളവനാ ശിഷ്യൻ, ഒരു സംശയമില്ല. പക്ഷെ അവൻ ലോകത്തിനൊരു മിസ്ഫിറ്റ് ആയിരിക്കും. കർത്താവിനെ എന്തിനാ ക്രൂശിച്ചത്? എന്തിനാ ചിന്തിച്ചിട്ടുണ്ടോ? കർത്താവ് നന്മയല്ലാതെ തിന്മ എന്തെങ്കിലും ചെയ്തോ? ചെയ്തില്ല. പിന്നെ എന്തിനാ ക്രൂശിച്ചേ? അവരുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നൊന്ന് ചിന്തിച്ചേ. നമ്മൾ വേദപുസ്തകത്തിൻ്റെ പ്രവചന നിവൃത്തിയെക്കുറിച്ച് ചിന്തിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ആ പിക്ചർ കിട്ടാത്തേ. പ്രവചന നിവൃത്തി ഒന്ന് മാറ്റിവെച്ചേച്ച് യേശുവിനെ ഒരു സാധാരണ മനുഷ്യനായിട്ടൊന്ന് കണ്ടിട്ട് എന്തിനായിരിക്കാം കർത്താവിനെ അവർ ക്രൂശിച്ചതെന്ന് ചിന്തിച്ചേ. എന്തായാലും ദോഷം ചെയ്തോ? ഒരു ദോഷവും ചെയ്തില്ല. അവിടുന്ന് നന്മ ചെയ്തുകൊണ്ടും ദീനക്കാരെ സൗഖ്യമാക്കിയും അശരണരെ താങ്ങിയുമാണ് കർത്താവ് എന്നും ജീവിച്ചത്. പക്ഷെ എന്നിട്ടും കർത്താവിനെ ക്രൂശിച്ചത് എന്താ? കർത്താവ് ഒരു മിസ്ഫിറ്റ് ആയിരുന്നു. എന്തുകൊണ്ടാ ക്രൂശ്? കർത്താവ് മിസ്ഫിറ്റ് ആയിരുന്നു. അത് തന്നെയാണ് കർത്താവ് ശിഷ്യന്മാരോട് പറയുന്നത്. എൻ്റെ നിമിത്തം എന്ത് ചെയ്യുമെന്നറിയാമോ? നിങ്ങളെ ഉപദ്രവിക്കുകയും ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. ഞാനൊരു കാര്യം പറയട്ടെ, ഞാൻ കഴിഞ്ഞ ആഴ്ചകളിലൊക്കെ അത് പറഞ്ഞു. കഴിഞ്ഞ 19 നൂറ്റാണ്ടുകളിൽ ചേർത്തു വെച്ചാൽ ക്രിസ്തു സഭ സഹിച്ചതാകുന്ന പീഡനത്തെക്കാളും ഇന്ന് ലോകത്തിൻ്റെ വിവിധയിടങ്ങളിൽ ദൈവമക്കൾ കടന്നുപോയിക്കൊണ്ടിരിക്കുക. ഈ ഒരു നൂറ്റാണ്ടിൽ ലേറ്റസ്റ്റ് ഇൻഫർമേഷൻ ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളോട് പറഞ്ഞു, കഴിഞ്ഞ മുമ്പത്തെ ആഴ്ച, ഒരു ദിവസം 400ഓളം പേർ കൊല്ലപ്പെട്ടുകൊണ്ടിരിക്കുക ദൈവമക്കൾ. ഈ നിമിഷം, ഈ നമ്മൾ സംസാരിക്കുന്ന ഈ സമയം, അങ്ങനെയാണെങ്കിൽ കർത്താവിൻ്റെ വരവ് സമാഗതമായെന്നുള്ള ഈ സയൻസ് അടയാളം കണ്ടില്ലെന്ന് നടിക്കാൻ നമുക്ക് കഴിയത്തില്ല. അതാണ് കർത്താവ് ഇവിടെ പറയുന്നത്. അവരെന്ത് ചെയ്യും? അവർ നിങ്ങളെ ഉപദ്രവത്തിന് ഏൽപ്പിക്കുകയും കൊല്ലുകയും ചെയ്യും. എൻ്റെ നാമം നിമിത്തം സകല ജാതികളും നിങ്ങളെ പകയ്ക്കും. നോക്കണം, ശിഷ്യൻ പ്രയോജനമില്ലാത്തവനായതുകൊണ്ടല്ല. അതുകൊണ്ടാണ് പത്രോസ് പറഞ്ഞത്, മോഷ്ടാവായിട്ടും കുറ്റക്കാരനായിട്ടുമല്ല കഷ്ടം അനുഭവിക്കേണ്ടത്, ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം അനുഭവിക്കേണ്ടി വന്നാൽ നീ എന്ത് ചെയ്യരുത്? ലജ്ജിക്കരുത്. നോക്കുക, ശിഷ്യൻ ലോകത്തിന് പ്രയോജനമുള്ളവനാ. ലോകക്കാർക്ക് അവൻ നന്മേ ചെയ്യത്തുള്ളൂ. പക്ഷേ ലോകത്തിന് നന്മ ചെയ്താലും ശിഷ്യൻ വ്യത്യസ്തനാ. അവൻ വ്യത്യസ്തനാ. അവൻ്റെ മെറ്റീരിയൽ വേറെയാ, ലോകത്തിൻ്റെതല്ല. മനസ്സിലാക്കണേ. ഇതാണ് നമ്മളിവിടെ കാണുന്നത്. കർത്താവിൻ്റെ വരവിൻ്റെ ഒരു ലക്ഷണം ഇതാണ്. മറ്റൊന്ന്, അതേ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് എന്നറിയാമോ? പലരും ഇടറി അന്യോന്യമേൽപ്പിച്ചു കൊടുക്കും. ഒന്ന്, പീഡനത്തെക്കുറിച്ച് നമ്മൾ കണ്ടു. മറ്റൊന്ന്, പലരും ഇടറിപ്പോകുമെന്ന്. പലരും ഇടറിപ്പോകുമെന്ന് യേശു കർത്താവ് മറ്റൊരിടത്ത് പറഞ്ഞത് ലൂക്കോസിന്റെ സുവിശേഷം 18-ാം അധ്യായത്തിലാണെന്ന് എൻ്റെ ഓർമ്മ. എന്നാൽ മനുഷ്യപുത്രൻ വരുന്ന നാളിൽ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? നോക്കിക്കോളേ, മനുഷ്യപുത്രൻ വരുമ്പോൾ ഭൂമിയിൽ വിശ്വാസം കണ്ടെത്തുമോ? അപ്പോൾ അനേകര് ഇടറുമ്പോൾ, ബുദ്ധിമാന്മാർ പലരും വീഴുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? കർത്താവ് അടുക്കൽ വാതുക്കലായിരിക്കുന്നെന്നാ. അനേകർ ഇടറും. പക്ഷെ ഇന്ന് നമ്മളെ വഞ്ചിക്കാൻ വേറൊരു സമ്പ്രദായം ഇറക്കിയിട്ടുണ്ട്. അത് ഞാനിവിടെ വന്നപ്പോഴാണ് എനിക്കൊരു ഫസ്റ്റ് എൻകൗണ്ടർ ഉണ്ടായത്. ദോഹയിൽ വന്നപ്പം ഞാൻ കൂടുതൽ ഡീറ്റെയിൽസ് പറഞ്ഞാലും പറഞ്ഞില്ലല്ലോ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അത് അവരുടെ മുന്നിലും പറയാൻ എനിക്ക്, കാരണം അത് അവരെ അല്ലല്ലോ ഞാൻ പറയുന്നത്, ഞാൻ ആ വസ്തുതയാണ് പറയുന്നത്. ഒരാൾ ഇവിടെ വന്നു, ഒരു പ്രമുഖ ലീഡർ ഇവിടെ വന്നു. അദ്ദേഹത്തിൻ്റെ ഒപ്പം ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളും വന്നു. അതിലെനിക്കറിയാവുന്ന ഒരാളുണ്ടായിരുന്നു. ഒരിക്കലൊരു വീട്ടിൽ ഉച്ചയ്ക്ക്
ഞാനും ഐ ഓൾസോ ഹാപ്പൻ ടു ബി ദർ ഉണ്ണാൻ ഇവരുടെ ഒപ്പം. അപ്പോൾ അങ്ങനെ ഇരുന്നപ്പോൾ അദ്ദേഹം എന്നോട് ഷെയർ ചെയ്തു, ഞാനിവിടെ വന്നതിന് എൻ്റെ ഒരു മാൻഡേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ഒരു പ്രത്യേക വെളിപ്പാട് ദൈവം തന്നു. അതായത് എല്ലായിടത്തും വലിയ ഉണർവ് നടക്കാൻ പോകുക. ഉണർവ് അങ്ങനെ ഉണർവ് നടന്ന് സഭയിൽ ഒരു വലിയ ശുദ്ധീകരണമൊക്കെ നടന്ന് കർത്താവിൻ്റെ വരവുമാകും. അതുകൊണ്ട് ഈ ഒരു ദർശനം എല്ലായിടത്തും പോയിട്ട് ഒത്തിരി പേരെ ഞാൻ പതുക്കെ അദ്ദേഹത്തോട് സംസാരിക്കാൻ ആരംഭിച്ചപ്പോഴത്തേന് ഞങ്ങളുടെ ഹോസ്റ്റ് ഊണിന് വിളിച്ചത് കൊണ്ട് ആ സംസാരം അവിടെ നിന്നുപോയി. പിന്നെ ഞാൻ തോന്നി അത് പറഞ്ഞിട്ട് വലിയ കാര്യമൊന്നുമില്ല. എങ്കിലും എൻ്റെ കൺവിക്ഷൻ പറയാൻ തന്നെ ഞാൻ ഒരുമ്പെട്ടായിരുന്നു ആ സമയത്ത്. ആകട്ടെ, ഇതൊരു വലിയ വഞ്ചനയാണ്. നമ്മൾ പാടുന്ന പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, ചില പാട്ടുകൾ ഈ വഞ്ചന അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ആ വഞ്ചന എന്താണെന്നറിയാമോ? ഒരു പാട്ടിൻ്റെ ഉണ്ട്, ഒരടികളുണ്ടല്ലോ, അത് കർത്താവിൻ്റെ ദാസനെ കുറിച്ച് പറഞ്ഞത് ഞാൻ കേട്ടത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അങ്ങ് ഉദ്ധരിക്കുക. പിന്മഴ പെയ്യണം, എന്തുവാ, ആ മാലിന്യം മാറണം. എല്ലാവർക്കും അറിയാം. ഇങ്ങനൊന്ന് പോയിട്ട് വേണം ഇതൊക്കെ ഒന്ന് പാടി ഒന്ന് ആരാധിക്കാൻ. പ്രിയരെ, അത് ശുദ്ധ അബദ്ധമാണ്. അതിൻ്റെ കാര്യം എന്താണെന്നറിയാം? മണവാട്ടി വിവാഹം നിശ്ചയിച്ചു, മണവാളനും മണവാട്ടി. പക്ഷെ ഈ മണവാട്ടി കുളിക്കത്തില്ല. മഴ പെയ്യാൻ നോക്കിയിരിക്കുകയാണ് കുളിക്കാൻ. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നേ? പിന്മഴ വരാനിരിക്കുകയാണ്, കുളിച്ച് ഈ മാലിന്യമൊക്കെ ഒന്ന്. ഇങ്ങനെയുള്ള മണവാട്ടിയെ വേളി കഴിക്കാനാണോ മണവാളം വരുന്നത്? ആണോ? അല്ലയോ? അങ്ങനല്ല വേദപുസ്തകം പഠിപ്പിക്കുന്നത്. ചങ്കിലെ ചോര കൊടുത്തയച്ച്, എഫേസ്യ ലേഖനം 5-ാം അധ്യായം, സഭയെ തനിക്ക് തന്നെ ശുദ്ധയും, ബാക്കി പറയാമോ, വെടിപ്പില്ലാത്ത, വിത്തൗട്ട് റിങ്കിൾ, വെടിപ്പില്ലാതെ ശുദ്ധയും നിഷ്കളങ്കയുമായി മുൻനിർത്തേണ്ടതിന് എന്തോ കൊടുത്തു? പിന്മഴയാണോ കൊടുത്തത്? ചങ്കിലെ ചോര കൊടുത്തു. എന്ന് കൊടുത്തു? 2000-ഓളം വർഷത്തിന് മുൻപ്. ഇന്നും ആ ചോരയ്ക്ക് ശക്തിയുള്ളത് കൊണ്ട് മണവാട്ടിക്ക് എന്നും ശുദ്ധിയോടെ ജീവിക്കാൻ കഴിയും. അതാണ് മണവാളൻ ആഗ്രഹവും. അല്ലാതെ മഴ വന്ന് കുളിച്ചേച്ച് കല്യാണം കഴിക്കാനിരിക്കുന്ന മണവാട്ടിയെ ഒന്നും ചേർക്കാനല്ല കർത്താവ് വരുന്നത്. ഈ ലോകത്തിലെ ഒരു മണവാളം വരികയില്ലല്ലോ. വരുവോ? എനിക്ക് തോന്നുന്നില്ല വരുമെന്ന്. മഴയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന, മഴ വന്നിട്ട് കുളിച്ചേച്ച് കല്യാണം കഴിക്കാനിരിക്കുന്ന മണവാട്ടിയെ വേളി കഴിക്കാൻ ഐ ഡോണ്ട് തിങ്ക് സോ. നോ. നമ്മുടെ ചിന്ത വലിയ റിവൈവൽ വരും. അങ്ങനല്ല കർത്താവ് പറഞ്ഞു. കർത്താവ് എന്താ പറഞ്ഞേ? റിവൈവൽ അല്ല വരുന്നാൻ പോകുന്നത്. പിന്നെ എന്താ വരാൻ പോകുന്നത്? 10-ാം വാക്യം, പലരും ഇടറി അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുകയും അന്യോന്യം പകയ്ക്കുകയും ചെയ്യും. നോക്കണം, അന്യോന്യം ഏൽപ്പിച്ചു കൊടുക്കുന്നു, അന്യോന്യം പകയ്ക്കുന്നു. ഇത് കാണുമ്പോൾ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? നമ്മുടെ കർത്താവ് വരുന്നു. അടുത്തൊന്ന് 11-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നു, കള്ളപ്രവാചകന്മാർ പലരും. ഇത് എല്ലാ കാലത്തും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ വിവരിക്കാൻ പോയി കഴിഞ്ഞാൽ എനിക്ക് ഒത്തിരി ചരിത്ര കാര്യങ്ങൾ പറയാനായിട്ട് ഞാൻ വായിച്ചത് എൻ്റെ മെമ്മറിയിലുണ്ട്. അതൊന്നും പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതിൻ്റെ ആവശ്യവുമില്ല. അടുത്തത്, അധർമ്മം പെരുകുന്നത് കൊണ്ട് അനേകരുടെ സ്നേഹം തണുത്തു പോകും. എ കോൾനെസ് ഓഫ് ലവ്. കർത്താവിനോടുള്ളതാകുന്ന നിർമ്മലമാകുന്ന അഭക്തിയും സ്നേഹബന്ധവും ദൈവസഭയിൽ കുറയുന്നത് കാണുന്നത് കർത്താവ് പറയുന്നു. ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതിക്കലായിരിക്കുന്നു. പിന്നെ നമ്മൾ വായിക്കുന്നത് 13-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ, അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. ലോകത്തോട് കോംപ്രമൈസ് ചെയ്യുന്നവനല്ല രക്ഷിക്കപ്പെടാൻ പോകുന്നത്. സകല കോംപ്രമൈസും ചെയ്ത് സകല വേണ്ടാതനവും കാണിച്ചു കൂട്ടി
പിന്നെ പള്ളി പോവുകയും ചെയ്യുന്നവരെ ചേർക്കാനല്ല കർത്താവ് വരുന്നത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ. അല്ലാതെ ആരും, ഒരു ബ്ലേഡ് കമ്പനിക്കാരനാകുന്ന പെന്തോക്കോസുകാരനും രക്ഷപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതാരും ആകട്ടെ, ഞാൻ അവരെ വിധിക്കാൻ ആളല്ല. പക്ഷെങ്കിൽ ദൈവവചനം അതാ പറയുന്നത്, കോംപ്രമൈസേഴ്സ് അല്ല, സന്ധി ചെയ്യുന്നവരല്ല രക്ഷപ്പെടാൻ പോകുന്നത്. അവസാനത്തോളം സഹിച്ചു നിൽക്കുന്നവൻ രക്ഷിക്കപ്പെടും. അവനെ രക്ഷിക്കപ്പെടുത്തുള്ളൂ. ഇതാരാ പറഞ്ഞത്? യേശു കർത്താവാ പറഞ്ഞത്. ഇത് വേറെ ആരും പറഞ്ഞതല്ല. നമ്മളത് സീരിയസ് ആയിട്ട് എടുക്കണം. പിന്നെ കർത്താവ് പറഞ്ഞു, ഈ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കപ്പെടും. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവ് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ അതിനെ ജയിക്കുകയില്ല. കർത്താവിൻ്റെ സുവിശേഷം നമ്മൾ അതിനകത്ത് പങ്കാളികളായിട്ടില്ലെങ്കിൽ പോലും അതിന് നമ്മൾ കണക്ക് കൊടുക്കേണ്ടതായിട്ട് വരും. പക്ഷെങ്കിൽ എന്നും കണ്ടും മുടക്കം വരുന്നെന്ന് ആരും ചിന്തിക്കരുത്. ഈ വചനം അതിവേഗം ഓടുകയാ. ഈ വചനം അയച്ച കാര്യം സാധിപ്പിക്കാതെ മടങ്ങി വരികയില്ല. അതുകൊണ്ട് തലകളെ ഉയർത്തി നമ്മൾ നോക്കണം. യേശു കർത്താവ് പറഞ്ഞ ഒരു ഉപമയല്ല, ഒരു സംഭവം കൂടെ ഞാൻ പറഞ്ഞ് അങ്ങ് അവസാനിപ്പിക്കട്ടെ. ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ മനുഷ്യപുത്രൻ്റെ നാളിനെ കുറിച്ച് പറയുമ്പോൾ കർത്താവ് ഇങ്ങനെയാണ് പറയുന്നത്. ലൂക്കോസിൻ്റെ സുവിശേഷം 17-ാം അധ്യായം 26 മുതലുള്ള വാക്യങ്ങൾ. അവിടെ 2 കാര്യങ്ങൾ പറഞ്ഞു. 2 കാറ്റഗറിയിലുള്ള ആൾക്കാരാണ്. ഒരു കാറ്റഗറി നോഹ. ആ കാലം വരെ തിന്നും കുടിച്ചും വിറ്റും നട്ടും വിവാഹത്തിന് കൊടുത്തും വിവാഹത്തും കഴിച്ചും പോന്നു. ഒന്നും തെറ്റല്ല. ജലപ്രളയം വരും വരെ ആരും എന്ത് ചെയ്തില്ല? ബോധ ചെയ്തതേയില്ല. പക്ഷെ നോഹ എന്ത് ചെയ്തു? രക്ഷപ്പെട്ടു. താഴോട്ട് വേറൊരാളെ കുറിച്ച് പറയുന്നുണ്ട്, ലോത്ത്. ലോത്തിൻ്റെ കാലത്തും അങ്ങനെ തന്നെ. പക്ഷെ അദ്ദേഹം he barely escaped. ഇംഗ്ലീഷിൽ ഇങ്ങനെ പറയാറുണ്ട്, with the skin of his teeth, അല്ലേ? with the skin of his teeth എന്ന് പറയാറുണ്ട്. വളരെ barely. കാരണം പത്രോസിൻ്റെ ലേഖനത്തിലെ ഒരു വാക്യമില്ലായിരുന്നെങ്കിൽ നമുക്കത് ചിന്തിക്കാനേ പറ്റത്തില്ല. പത്രോസിൻ്റെ ലേഖനത്തിൽ പറഞ്ഞേക്കുന്നത് എന്താണ്? നീതിമാനാകുന്ന ലോത്തെന്ന. അങ്ങനെയെങ്കിൽ കർത്താവ് പറഞ്ഞ എന്താണെന്നറിയോ? മനുഷ്യപുത്രൻ്റെ നാളിൽ ഇതുപോലാന്ന് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? ദർ വിൽ ബി വൺ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. അവർ നോഹയുടെ കൂട്ടാ. അവർ വിവാഹം കഴിക്കുന്നുണ്ട്, വിവാഹത്തിന് കൊടുക്കുന്നുണ്ട്, അവർ വിറ്റും നട്ടും ജോലിയും ചെയ്യുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്. പക്ഷെ അവരുടെ മെയിൻ ചിന്ത എപ്പോഴും എന്താണെന്നറിയോ? ഡേ ഇൻ ആൻഡ് ഡേ ഔട്ട് പെട്ടകം പണിയുകയാണ്. പെട്ടകം പണിയാണ് മെയിൻ പർപ്പസ്. ബാക്കി എല്ലാ കാര്യവും നടത്തുന്നുണ്ട്. ലോത്തിന്റെ എന്തോ ലോത്തിന്റെ കാലത്തിന്റെ സവിശേഷത. ലോത്ത് പറഞ്ഞപ്പം മരുമക്കൾ എന്നാ പറഞ്ഞേ? മരുമക്കൾ പറഞ്ഞേ ചുമ്മാ ആപത്തൊന്നും പറയാതെ. കാര്യം എന്നാ? അങ്ങനെ അങ്ങ് ഇടപഴകി. ഈ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ ചിലർ നിൽക്കുന്ന കാണുമ്പോൾ വലിയ പേടി തോന്നും. ഇങ്ങനെ ഏറ്റവും അറ്റത്ത് വന്ന് നിൽക്കും. എന്നാ മുട്ടത്തുമില്ല. ഇങ്ങനെയാണ് ചിലർ. ലോകത്തിൻ്റെ മാക്സിമം എന്തൊക്കെ ഇവിടെ കാട്ടിക്കൂട്ടാമോ, എന്നാൽ സ്വർഗത്തിൽ പോകുകയും വേണം. മനസ്സിലാകുന്നുണ്ടോ ഞാൻ പറയുന്നേ? ലോത്തിന്റെ കാലം. അൺഫോർച്ചുനേറ്റ്ലി, നിർഭാഗ്യവശാൽ ഈ ലോത്ത് സഭക്കാരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുക. നിർഭാഗ്യവശാൽ ലോത്ത് സഭക്കാരുടെ സംഖ്യ കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ കൂട്ടത്തിൽ. എത്രത്തോളം, അതാ മുമ്പേ പറഞ്ഞത്, ബിസിനസ്സും
ആത്മീയതയൊന്നും എന്ത് ചെയ്യില്ല, കൂട്ടിക്കുഴച്ചേക്കില്ല. അത് വേറെ, പള്ളി വേറെ, പള്ളിക്കൂടം വേറെ, അത് വേറെ. നോ, മാക്സിമം. പിന്നെ പിന്നെ കുറെ കർത്താവിൻ്റെ വേലയ്ക്കൊക്കെ അങ്ങ് കൊടുത്തേക്കാം. കർത്താവിന് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആവശ്യമില്ല. കർത്താവിൻ്റെ അതിൻ്റെ ആവശ്യമില്ല. കർത്താവിന് വലിയ ആൾക്കാരുടെ ചെങ്ങാത്തത്തിൻ്റെ ആവശ്യമില്ല. ഒരുത്തൻ കർത്താവിനെ കാണാൻ ഇങ്ങനെ ആകാംക്ഷയോടിരുന്ന ഒരുത്തൻ ഹെരോദാവ്. അപ്പോൾ അവരെല്ലാം കൂടെ പറഞ്ഞു, നിന്നെ പിടിക്കാതിരിക്കുക. അതെ, ആ കുറുക്കനോട് പോയി പറ, ഇന്നും നാളെയും എന്നാ നിങ്ങൾ പോയി അവനെ വിളിച്ചുകൊണ്ട് വാ, ഗസ്റ്റ് ഓഫ് ഓണർ. നോ, അങ്ങനല്ല അവനോട് പറ. പക്ഷെങ്കിൽ അവർക്കെല്ലാം അറിയാമായിരുന്നു അവർ കർത്താവ് ആരാ. ഇവർക്കെല്ലാം അറിയാമായിരുന്നു യോഹന്നാൻ സ്നാപകൻ ആരാന്ന്. എല്ലാവർക്കും അറിയാം. ലോത്തിന്റെ സഭക്കാരുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുക. മാക്സിമം എത്രത്തോളം ലോകം പിടിച്ചു വെക്കാം, പിന്നെ ബെയർലി പിന്നെ സ്വർഗത്തിൽ പോകുകയും വേണം. ഇതല്ല കർത്താവ് നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. വിറ്റോ, നട്ടോ, വിവാഹത്തിന് കൊടുത്തോ, വിവാഹം കഴിച്ചോ, ഇതൊന്നും തെറ്റല്ല. അത് ചെയ്യുകയും വേണം, അത് ചെയ്യുകയും വേണം, ഉത്തരവാദിത്വത്തോടെ ചെയ്യണം. പക്ഷെ മെയിൻ അജണ്ട എന്താണെന്നറിയാമോ? കർത്താവിനെ സ്നേഹിക്കുന്നതായിരിക്കണം. നമുക്കിന്നുള്ളത് നമ്മുടെ സന്ധാരണത്തിന് ഉതകും, നമ്മുടെ നാളെയിൽ അല്പം നീക്കി വെക്കാനും ഉണ്ടെങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ടോ. എന്നാൽ 4-5 കൂടെ കൂട്ടിയേച്ച് പിന്നെ ഇതിനെല്ലാം പോകേണ്ടി ഞങ്ങളാ പോയി ഇത് ബ്ലസ് ചെയ്യേണ്ടത്. പോയി ഞങ്ങളുടെ ഗതികേടെ എക്സ്പാൻഡ് ചെയ്യട്ടെ ബിസിനസ്, എന്നിട്ട് ഇദ്ദേഹത്തെ കാണത്തേയില്ല. പിന്നെ കാരണം ചോദിക്കുമ്പോൾ എന്നറിയോ, അങ്ങനൊന്നും വരാൻ പറ്റില്ല ഉപദേശി. ബിസിനസ് എക്സ്പാൻഡായി, പണ്ടത്തെ പോലൊന്നുമല്ല. നോ, കർത്താവ് നമുക്ക് ഒരു ജോലി തന്നെങ്കിൽ വിശ്വസ്തയോടെ അത് ചെയ്യാം, ദൈവത്തിന് സ്തോത്രം ചെയ്യാം, കിട്ടുന്നത് വാങ്ങി അനുഭവിക്കുക സന്തോഷത്തോടെ. നീക്കി വെക്കാനുണ്ടേ അതും ചെയ്യേ, ഒരു തെറ്റുമില്ല, എല്ലാം ചെയ്തോ. പക്ഷെ മെയിൻ അജണ്ട എന്താ? നമ്മുടെ ആത്മീയത കളഞ്ഞു കുളിച്ചൊരു പരിപാടിയാകരുത്. നോഹയുടെ കാലം പോലെ, ലോത്തിന്റെ കാലം പോലെ. നോക്കുക, ഇതൊക്കെയും സംഭവിക്കുമ്പോൾ അവൻ അടുക്കൽ വാതുക്കലായിരിക്കുന്നു. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സഹോദരന്മാരിൽ ഒരാൾക്ക് പ്രാർത്ഥിക്കാം.